കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കറിൽ ഇപ്പോൾ കഥ പറയും നേരം. സകല ശുഖകുല വിമല തിലകിത കളേബ തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ RS രാജീവ്. സാരസ്യ പീയൂഷ സാര സർവസ്വമേ. സാങ്കേതിക സഹായം ശരത് ആലാപ്സ്. കഥയ മമ കഥകളതി സാദരം. കഥ പറയുന്നേരം ആരംഭിക്കുകയാണ്. എല്ലാ റേഡിയോ ബെൻസുകാർ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ RS രാജീവ്. കഥ പരിചയപ്പെടുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന നേരമാണിത്. കാലത്തെ കീഴടക്കി നിൽക്കുന്ന ചെറുകഥകളെ ശ്രോതാക്കളുടെ ഹൃദയത്തിലെത്തിക്കുന്ന കഥ പറയും നേരത്തിലേക്ക് സ്വാഗതം. മലയാള കഥാസാഹിത്യത്തിലെ കുലപതികളിലൊരാളായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ടൈഗർ എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന നേരത്തിൽ അവതരിപ്പിക്കുന്നത്. ഉള്ളം വെന്തു നിറക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എഴുതിയ തമാശക്കഥയാണ് പാത്തുമ്മയുടെ ആട് എന്ന് ബഷീർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ മിക്ക സൃഷ്ടികൾക്കും ഈ വിശേഷണം നന്ദി ഇണങ്ങുന്നുണ്ട്. വളരെ ലളിതമെന്ന് തോന്നുന്ന പ്രമേയത്തിലൂടെ ബഷീർ അനുവാചക മനസ്സിലെത്തിക്കുന്ന മനുഷ്യ മനസ്സിന്റെ വൈചിത്ര്യങ്ങൾ അപൂർവ സുന്ദരമാണ്. അനായാസമായ ആഖ്യാന ശൈലിയും സാധാരണ മനുഷ്യരുടെ വികാരവിചാരങ്ങളുടെ ചിത്രീകരണവും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകളുടെ പ്രത്യേകതയാണ്. തെരുവിൽ നിന്നും പോലീസ് സ്റ്റേഷനിലെത്തിയ ഒരു നായയെക്കുറിച്ചുള്ള കഥയാണ് ടൈഗർ. പോലീസുകാരും കുറ്റവാളികളും മാത്രമാണ് ടൈഗറിന്റെ സാമ്രാജ്യത്തിലെ മനുഷ്യർ. എല്ലാ തടവുകാരെയും അവൻ ഒരുപോലെ കണ്ടു. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഓമനയായ ടൈഗറിനെ തടവുകാർക്ക് ഇഷ്ടമായിരുന്നില്ല. ടൈഗർ എന്ന നായയെ കേന്ദ്രീകരിച്ച് എഴുതിയിരിക്കുന്ന ഈ കഥയിലൂടെ തടവറയിൽ കിടക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ വികാര വിചാരങ്ങളുടെ ശക്തമായ ആവിഷ്കാരമാണ് ബഷീർ നടത്തിയിരിക്കുന്നത്. ബഷീറിന്റെ വായിച്ചിരിക്കേണ്ട 5 കഥകൾ: ജന്മദിനം, നീലവെളിച്ചം, പൂവൻപഴം, ഭൂമിയുടെ അവകാശികൾ, ഒരു മനുഷ്യൻ. ടൈഗർ, വൈക്കം മുഹമ്മദ് ബഷീർ. ടൈഗർ ഭാഗ്യവാനായ നായയാണ്. നാടൊട്ടുക്ക് ക്ഷാമം പിടിപെട്ട് ജനങ്ങൾ പട്ടിണിയാൽ എല്ലും ദൂരമായി തീർന്നെങ്കിലും ടൈഗറിന് ചടവൊന്നും ഉണ്ടായിരുന്നില്ല. അവന്റെ ഇരിപ്പ് കണ്ടാൽ വീർത്ത കരിമ്പടക്കെട്ടാണെന്നേ തോന്നും. കാലുകൾ 4 വെളുത്തതാണ്. കണ്ണുകൾ ചുവപ്പ് കലർന്ന തവിട്ട് നിറം. പോലീസുകാരന്റേതുപോലെ ടൈഗറിന്റെ കണ്ണുകൾക്കും രൂക്ഷതയുണ്ട്. ടൈഗർ തെരുവിലെ ഏതോ തെണ്ടിപ്പട്ടിയുടെ മകനാണ്. നഗരത്തിലെ ഗട്ടറിലാണ് അവൻ ജനിച്ചത്. ഈ വിവരമൊന്നും അവൻ അറിഞ്ഞുകൂടാ. ഓർമ്മ വെച്ച കാലം മുതൽക്കേ അവൻ പോലീസ് സ്റ്റേഷനിലാണ്. ചതുരത്തിൽ ആകാശം കാണുന്ന 4 കെട്ടിന്റെ നടുമുറ്റമാണ് അവന്റെ മഹാലോകം. തടവുകാരും പോലീസുകാരുമാണ് അവന്റെ സഖാക്കൾ. ഓരോരുത്തരെയും അവന് വേർതിരിച്ചറിയാം. പോലീസ് ഇൻസ്പെക്ടറോടാണ് അവന് കൂടുതൽ മമത. ഇൻസ്പെക്ടറുടെ കണ്ണുകളും ടൈഗറിന്റെ കണ്ണുകളും ഒരുപോലെയാണെന്ന് തടവുകാർ പറയാറുണ്ട്. ടൈഗറിന് തടവുകാരിൽ വ്യത്യാസമൊന്നുമില്ല. കൊലപാതകിയും മോഷ്ടാവും രാഷ്ട്രീയ പ്രവർത്തകനും ഒക്കെ തടവുകാരാണ്. ടൈഗറിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യവർഗത്തിൽ 2 രമേയുള്ളൂ: പോലീസുകാരും കുറ്റവാളികളും. ലോക്കപ്പുകളിലെ 45 പേരെയും ആ പട്ടി ഒരുപോലെയാണ് നോക്കുന്നത്. 4 പേർ തനിച്ച് ഒരു ലോക്കപ്പിൽ കിടക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകരാണെന്ന് ടൈഗർ ഗൗനിക്കാറില്ല. എന്തെന്നാൽ എല്ലാ ലോക്കപ്പുകളും ഒരുപോലെയാണ്. വെളിച്ചവും കാറ്റും ഒന്നിലും കടക്കുകയില്ല.
മലമൂത്രാദികളുടെ ദുർഗന്ധത്തിൽ മൂട്ടകളുടെ കടിയുവേറ്റ് കീറപ്പഴുന്തുണി ചുറ്റി താടിമീശു വളർത്തിയ വിളർത്ത മനുഷ്യക്കോലങ്ങൾ ഇരുളും വെളിച്ചവുമില്ലാത്ത അവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്നു. ഇങ്ങനെയുള്ള പോലീസ് ലോക്കപ്പുകൾ നിറയുണ്ടല്ലോ നാടായ നാടുകളിലെല്ലാം. അങ്ങനെയുള്ള ലോക്കപ്പുകളിൽ നിന്ന് പുറപ്പെടുന്ന വാട മനുഷ്യഹൃദയങ്ങളെ ഉണക്കി കരിച്ചു കളയുന്നതാണ്. എങ്കിലും തടവുകാരുടെ ചിന്ത അതൊന്നുമല്ല. ആഹാരത്തെപ്പറ്റിയുള്ള കഠിനമായ ഒരു ആർത്തി മാത്രമേ അവർക്ക് ചിന്തയായുള്ളൂ. രാത്രി ഉറങ്ങാനും കിടക്കുന്നത് കാലത്തെ കഞ്ഞി കുടിക്കുവാനാണ്. കഞ്ഞികുടി കഴിഞ്ഞാൽ ഉച്ചയ്ക്കുള്ള ഊണിനെപ്പറ്റിയാണ് വിചാരം. അത് കഴിഞ്ഞാൽ സന്ധ്യയ്ക്കുള്ള ആഹാരത്തിന്. ആകെ ഒരു പരിഭ്രമമാണ്. ആർക്കും ഒരിക്കലും പശിയടങ്ങുകയില്ല. എല്ലാവരുടെയും ആഗ്രഹം ശിക്ഷ കഴിഞ്ഞ് വേഗം ജയിലിലെത്തുവാനാണ്. പോലീസുകാർ ചാർജ് ചെയ്ത കേസുകളിൽ നിന്ന് വിടുതലുണ്ടാവുക സാധ്യമല്ല. ശിക്ഷിച്ചു കഴിഞ്ഞാൽ അധികം താമസിയാതെ ജയിലിലേക്ക് കൊണ്ടുപോകും. തടവുകാരന്റെ സ്വർഗമാണ് ജയിൽ. അവന്റെ നരകം പോലീസ് ലോക്കപ്പാണ്. ഓരോ തടവുകാരന്റെ ഹൃദയത്തിൽ കഠിനമായ ക്രോധമുണ്ട്. കണ്ണുകളിലൂടെ അവർ ടൈഗറിന്റെ നേർക്ക് അത് ചൊരിയും. അവനതിൽ കൂസലൊന്നുമില്ല. ഗംഭീരനായ അവൻ ലോക്കപ്പിന്റെ മുമ്പിലൂടെ അങ്ങിമിങ്ങി നടക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോക്കപ്പിന്റെ വാതിക്കൽ ചെന്ന് കിടക്കും. ഊണ് സമയത്ത് ടൈഗറുടെ മുറിയുടെ വാതിക്കൽ കാവലുണ്ടാവും. ഇൻസ്പെക്ടർ ഊണ് കഴിഞ്ഞ് ഏമ്പക്കമിട്ടുകൊണ്ട് എച്ചിലില പൊക്കിയെടുത്ത് പട്ടിയുടെ മുമ്പിൽ വെച്ചു കൊടുക്കും. ഒരാൾക്കുണ്ണാനുള്ള ചോറ് ആ പട്ടി കമ്മി തിന്നു തുടങ്ങും. അത് കാണുമ്പോൾ തടവുകാരുടെ വായിൽ വെള്ളം നിറയും. ടൈഗർ ഊണ് കഴിഞ്ഞ് തോട്ടത്തിൽ കയറി ചെടികളുടെ തണലിൽ കിടക്കും. ചെറിയൊരു ഉറക്കം കഴിഞ്ഞ് അവൻ വീണ്ടും ലോക്കപ്പുകളുടെ വാതിക്കൽ ഹാജരാവും. കണ്ണുകളിൽ മന്ദഹാസമാണപ്പോൾ. രഹസ്യങ്ങളെല്ലാം അവനും അറിയാവുന്നതുപോലെ. മിക്കവരുടേതും കള്ളക്കേസുകളാണ്. പോലീസുകാരും ഇൻസ്പെക്ടറും കൈക്കൂലി വാങ്ങിച്ചു കൊണ്ടുവന്ന് ചാർജ് ചെയ്ത കേസുകൾ. ചിലർ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മോഷ്ടിച്ചവരാണ്. പിന്നീട് നാട്ടിൽ നടക്കുന്ന മോഷണങ്ങൾക്കൊക്കെയും അവരായി കാരണക്കാർ. ചെയ്തിട്ടില്ലാത്ത ഏത് കുറ്റവും ലോക്കപ്പിലുള്ളവർ ചെയ്തതാണെന്ന് സമ്മതിക്കും. കോടതിയിൽ മജിസ്ട്രേറ്റിന്റെ മുമ്പാകെയും സമ്മതിക്കും. പോലീസുകാരുണ്ടായിരിക്കും എപ്പോഴും കൂടെ. ഗവൺമെന്റിൽ നിന്ന് ഓരോ തടവുകാരനും നിശ്ചിതമായ തുക ദിവസത്തിൽ ആഹാരത്തിനായി നിശ്ചയിച്ചിട്ടുണ്ട്. അതിന്റെ 30 ഇരട്ടി ഒരു പോലീസുകാരന്റെ ഒരു മാസത്തെ ശമ്പളത്തിനേക്കാൾ കൂടുതലായി. പോലീസുകാരന് ആഹാരം കഴിക്കണം, വസ്ത്രധാരണം ചെയ്യണം, ഭാര്യയെയും കുഞ്ഞുങ്ങളെയും പുലർത്തണം. മറ്റു വരായികളൊന്നുമില്ല. തുച്ഛമായ ശമ്പളം കൊണ്ട് പോലീസുകാർ ആവശ്യങ്ങളൊക്കെ എങ്ങനെ നടത്തുന്നു? തടവുകാർ കമ്പിയഴികളിലൂടെ കൈനീട്ടി ഉഗ്രമായ കോപത്തോടെ ടൈഗറിനെ തടവും. ഞങ്ങളുടെ ചോറാണ് അവർ പറയും. ടൈഗർ വാലാട്ടും. അതെ, ഇതാണ് ജീവിതം. ഇതിനെ മാറ്റുവാൻ ആർക്ക് സാധ്യമല്ല എന്ന ഭാവത്തിൽ ആ ജന്തു നോക്കും. പരമാർത്ഥത്തിൽ സാധ്യമാണോ? ആദ്യകാലങ്ങളിൽ ചിലർ പറഞ്ഞു. ഞങ്ങൾക്ക് വിശപ്പടങ്ങുന്നില്ല, ഗവൺമെന്റിൽ നിന്ന് നിശ്ചയിച്ച തുകയ്ക്കുള്ളത് ഞങ്ങൾക്ക് കിട്ടണം. പക്ഷേ കിട്ടിയത് പോലീസുകാരുടെ ഇടിയും ഇൻസ്പെക്ടറുടെ ബൂട്ട്സിന്റെ ചവിട്ടുമായിരുന്നു. തന്നെയുമല്ല, ഇൻസ്പെക്ടർ അവജ്ഞയോടെ മുറുമുറുക്കുകയും ചെയ്തു. ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ളത് നിന്റെയെല്ലാം തന്തയല്ലേ ഗവൺമെന്റ്? ഗവൺമെന്റ് വല്ലവരുടെയും തന്തയാണോ? അവരെല്ലാം പറഞ്ഞു. ഗവൺമെന്റ് ടൈഗറാണ്. അത് ശരിയായ ഉപമയാണ്. ഓരോ തറവ് പുള്ളിക്കും ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള തുകയ്ക്ക് ആഹാരം കൊടുക്കാൻ ഏറ്റിട്ടുള്ളത് ഒരു ഹോട്ടൽക്കാരനാണ്. അയാൾ താണ നിലയിലാണ് ഹോട്ടൽ തുടങ്ങിയത്. തടവുകാരെ കൊണ്ടാണ് അയാൾ ഉയർന്നത്. വലിയ കൊമ്പൻ മീശക്കാരനായ കുടവയറിനാണ് ഹോട്ടൽക്കാരൻ. അയാളും പോലീസ് ഇൻസ്പെക്ടറും തമ്മിൽ വലിയ മമതയിലാണ്. അയാളുടെ ഹോട്ടലിൽ നിന്നാണ് ഇൻസ്പെക്ടറും സ്റ്റേഷൻ റൈറ്ററും പതിവായി ആഹാരം കഴിക്കുന്നത്. ഊണിനും കാപ്പിക്കും അവർ വില കൊടുക്കേണ്ട എന്ന് തന്നെയല്ല, ഇൻസ്പെക്ടർക്കും റൈറ്റർക്കും മാസം തോറും നിശ്ചിതമായ തുകകൾ ഹോട്ടൽക്കാരൻ കൊടുക്കുകയും ചെയ്യും. ആ നഷ്ടം തടവുകാരിൽ നിന്ന് പരിഹരിക്കുവാൻ കഴിയും. 50-60 തടവുകാർ ദിവസവും പോലീസ് ലോക്കപ്പിൽ കാണും. അവർക്ക് ആഹാരം കൊടുത്തില്ലെങ്കിൽ തന്നെ ആര് ചോദിക്കുവാനാണ്? കേസിന് കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ മജിസ്ട്രേറ്റിനോട് പറയാമെന്ന് വെച്ചാൽ മടങ്ങി വരേണ്ടത് ലോക്കപ്പിലേക്ക് തന്നെയല്ലേ? ഇൻസ്പെക്ടർ ചോദിക്കും. ചിരിച്ചുകൊണ്ടാണ്. പക്ഷെ ആ ചിരി, നീ പറഞ്ഞു അല്ലേടാ, അത് കഴിഞ്ഞ് ബോധം കെടുന്നത് വരെ തല്ലും. ഇങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ തടവുകാർക്ക് പരാതി ഒന്നുമില്ലാതായി. അവർ ആ പട്ടിയോട് പകവിട്ടു. തടവുകാർക്ക് ടൈഗറിനോട് ഇഷ്ടമല്ലെന്ന് എല്ലാവർക്കും അറിയാം. ഇൻസ്പെക്ടർ അത്ഭുതപ്പെടും. ആ സാധുമൃഗത്തെ എന്തുകൊണ്ട് അവർക്ക് സ്നേഹിച്ചുകൂടാ? പക്ഷേ തടവുകാർ ടൈഗറിനെ സ്നേഹിച്ചില്ല.
അവർ തരം കെട്ടുമ്പോൾ അതിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കും. ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി, ടൈഗർ മൂങ്ങും. ആരടാ പട്ടിയെ ഉപദ്രവിക്കുന്നത്? ഇൻസ്പെക്ടർ പുറത്തേക്ക് ചുരുളുമായി വരും. നായ്ക്കളെ, ടൈഗറിനെ തുടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? തൊട്ടവൻ നീട്ടടാ കൈ. കമ്പിയടികളുടെ ഇടയിലൂടെ ഒരു കൈ വെളിയിലേക്ക് നീളും. ആ വിരലുകൾ മുറുകെ പിടിച്ചുകൊണ്ട് ഇൻസ്പെക്ടർ ആഞ്ഞാഞ്ഞടിക്കും. അന്തരീക്ഷം കരയുന്ന ശബ്ദമുണ്ടാവും. കൈത്തണ്ട് കനത്തു പൊട്ടും. ചോരയിറ്റിറ്റ് വീഴും. ടൈഗർ അത് നക്കിത്തുടയ്ക്കും. തടവുകാർ ചെയ്ത കുറ്റം തന്നെ പിന്നീടും ചെയ്യും. ശിക്ഷ അവരെ ഒന്നുകൂടി അന്തർവീര്യമുള്ളവരാക്കി തീർക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ നായയെ തൊട്ടതിന് മിക്കവരും വളരെ പ്രാവശ്യം ശിക്ഷ വാങ്ങിച്ചവരാണ്. നായയാണെങ്കിൽ കുറ്റം ചെയ്യിപ്പിക്കുന്നതിന് എപ്പോഴും തയ്യാറുമാണ്. ടൈഗർ വെളിയിലെങ്ങനെ പോകാറില്ല. അവൻ മഹാഭീരുവാണ്. എങ്കിലും മറ്റ് ഏത് പട്ടി അവിടെ വന്നാലും ടൈഗർ ഭയങ്കരമായി കുരയ്ക്കും. ഒരു കടുവയുടെ ശൗര്യമാണതിന്. എന്നാൽ പോലീസ് സ്റ്റേഷന്റെ വെളിയിൽ വല്ലപ്പോഴും പോകുമ്പോൾ ഏതെങ്കിലും ഒരു ചാവാളിപ്പട്ടിയെ കണ്ടാൽ മതി, ടൈഗർ വാൽ താഴ്ത്തി പിൻകാലികളുടെ ഇടയിലൂടെ ഉള്ളിലാക്കി അകത്തേക്ക് ഓടിപ്പോയി. അത്തരം ഒരു കാഴ്ച കണ്ട് രാഷ്ട്രീയ തടവുകാരിൽ ഒരുവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കണ്ടോ നമ്മുടെ ഇൻസ്പെക്ടറുടെ വരവ്. അപ്പോൾ തത്വജ്ഞാനിയായി ഒരുവൻ പറഞ്ഞു, നാം ഓരോരുത്തരും അത്തരം ഓരോ ഇൻസ്പെക്ടർമാരാണ്. ആ പ്രസ്താവന ഒരു വലിയ വാഗ്വാദത്തിലെത്തിച്ചു. 3 പേർ ഒരു കക്ഷിയും ഒരാൾ മാത്രം എതിർകക്ഷിയുമായി. അതിന്റെ മൂർധന്യദശയിലാണ് സന്തോഷവാർത്തയുമായി ഇൻസ്പെക്ടർ വന്നത്. എന്താണ് ബഹളം? ആരും ഒന്നും മിണ്ടിയില്ല. തുറക്കൂ എന്ന് പാറാവുകാരനോട് ഇൻസ്പെക്ടർ ആജ്ഞാപിച്ചു. പാറാവുകാരൻ ലോക്കപ്പ് തുറന്നു. അവർ വെളിയിലിറങ്ങി. ഇൻസ്പെക്ടർ പറഞ്ഞു, നിങ്ങളെ കാണാൻ ചിലർ വന്നിരിക്കുന്നു. അവർ ചെന്നപ്പോൾ വഴക്കിന് കാരണക്കാരനായ യുവാവിന്റെ ചില സ്നേഹിതന്മാരാണ്. അവർ കുറെ പലഹാരവും മധുരനാരങ്ങയും കൊണ്ടുവന്നിട്ടുണ്ട്. മധുരനാരങ്ങയിൽ 2 എണ്ണം ഇൻസ്പെക്ടർ കഴിച്ചു. ബാക്കിയുള്ള പലഹാരങ്ങളൊക്കെയും അവർ തിന്നു. നാട്ടുവിശേഷങ്ങൾ അറിഞ്ഞത് അത്രയ്ക്ക് ആശ്ചര്യകരമായതല്ല. നാട്ടിൽ ദാരിദ്ര്യം ഭയങ്കരമാണ്. പട്ടിണി കിടന്ന ആളുകൾ മരിക്കുന്നു. പിന്നെ യുദ്ധവാർത്ത, സാമാനങ്ങളുടെ വിലവർധന, പൊതുവെ ഭയാനകമായ ക്ഷാമം. ഞങ്ങളും അതനുഭവിക്കുന്നുണ്ട്, വഴക്കുകാരൻ പറഞ്ഞു. നിങ്ങൾക്കെന്ത്? സുഖമായ ആഹാരമുണ്ടല്ലോ, വിഷമങ്ങളൊന്നും അറിയണ്ടല്ലോ, ഭാഗ്യവന്മാർ. അപ്പോൾ വാതിൽക്ക് വന്ന ടൈഗറിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വഴക്കാളി പറഞ്ഞു, ആ ടൈഗർ നായയോളം ഭാഗ്യം തടവുകാർക്കുണ്ടായിരുന്നെങ്കിൽ. ഇൻസ്പെക്ടർ നല്ലവണ്ണം ചിരിച്ചു. തടവുകാർ ചിരിച്ചു. അവർ വീണ്ടും ലോക്കപ്പിലായി. 4 പേർക്കും തൃപ്തിയായിരുന്നു. അവർക്ക് വയർ നിറയാൻ മാത്രമുണ്ടായിരുന്നു പലഹാരവും മറ്റും. തന്മൂലം അന്ന് സന്ധ്യയ്ക്ക് അവർക്ക് ഊണ് കഴിഞ്ഞ് കുറെ ചോറ് മിച്ചം വന്നു. അതെടുത്തവർക്ക് മുമ്പേ ലോക്കപ്പിലടച്ച പുള്ളികളുടെ വാതിക്കൽ വെച്ചുകൊടുത്തു. അതിലുണ്ടായിരുന്ന 22 പേരും അത്യാർത്തിയോടെ വാതിക്ക വന്നു. ഒരുവൻ അടികളുടെ ഇടയിലൂടെ ഇലയും ചോറും ഉള്ളിലേക്കെടുത്തപ്പോൾ ശകലം ചോറ് നിലത്ത് വീണു. അത് നക്കി തിന്നാൻ നോക്കിക്കൊണ്ട് ടൈഗർ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ലോക്കപ്പിലെ 21 നിരന്നിരുന്നു. ഒരുവൻ വിളമ്പാൻ തുടങ്ങി. 22 പിടി ചോറ് കാണുകയില്ല. എങ്കിലും അവർ അത് ആർത്തിയോടെ കഴിക്കാൻ ഉറച്ചു. വിളമ്പുകാരൻ 5 പേരുടെ കൈകളിൽ കുറേശ്ശെ ഇട്ടു. ടൈഗർ മുന്നോട്ടിയെന്ന് നിലത്തെ വീണ കൂട്ടാൻ നക്കിത്തിന്നു. അതിനുശേഷം കമ്പിയടികളിൽ അത് നക്കി. ഒരു തടവുകാരൻ അതിന്റെ മോന്തയ്ക്ക് ചവിട്ടി. നായ പ്രാണഭീതിയോടെന്ന വണ്ണം നിലവിളിച്ചു. പാറാവുകാരൻ ഓടിവന്നു. കുറെ പോലീസുകാർ വന്നു. ഇൻസ്പെക്ടർ വന്നു. ആ 22 പേരുടെ ഹൃദയങ്ങൾ പറിച്ചെടുക്കുന്നതുപോലെ ഇൻസ്പെക്ടർ ചോറ് ഇലയിലിടിവിച്ച് പുറത്തേക്കടിപ്പിച്ച് പട്ടിക്ക് വെച്ചു കൊടുത്തു. അതും പോരാഞ്ഞിട്ട് ലോക്കപ്പ് തുറപ്പിച്ച് അകത്ത് കയറി ചവിട്ടും ഇടിയും കഴിച്ച് വെളിയിലിറങ്ങി. ആ സംഭവം അങ്ങനെ കഴിഞ്ഞു. അന്ന് രാത്രി 10 മണിയോടെ ടൈഗർ വീണ്ടും ഭയങ്കരമായി ദീർഘമായി മൂങ്ങി. പോലീസ് സ്റ്റേഷൻ ആകെ വിറച്ചു. പാറാവുകാരൻ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ 2 പേർ കൂടി നായയെ പിടിച്ച് കമ്പിയടികളിലൂടെ അതിന്റെ മോന്ത ഉള്ളിലേക്ക് അമർത്തുകയാണ്. 2 പേരുണ്ടായിരുന്നു എന്നുള്ളത് നിശ്ചയം. പാറാവുകാരന് ഒരാളെ മാത്രമേ മനസ്സിലായുള്ളൂ. പോലീസ് ഇൻസ്പെക്ടർ അവനെ വെളിയിലിറക്കി. ഒരു മോഷണക്കേസിൽ പ്രതിയാണ്. ഇൻസ്പെക്ടർ ആദ്യമായി അവന്റെ മുഖം അടച്ച് ഒന്ന് ഇടിച്ചു. തുടർന്ന് ഒരു ചവിട്ടും. അവൻ വീണത് കമിഴ്ന്നടിച്ചാണ്. പുറത്ത് തുരുതുരെ ചവിട്ടി. ഒടുവിൽ അവനെ വലിച്ചു പൊന്തിച്ചു. വായിൽ നിന്ന് ചോര, നിലത്തൊരു പല്ല്, പപ്പടവട്ടപ്പാട് ചോരയും. ആ കാഴ്ച 45 തടവുകാരും 9ഓളം പോലീസുകാരും ടൈഗറും കണ്ടതാണ്.
നിലത്ത് കിടന്ന ചോര ടൈഗർ നക്കി നക്കി ഉണക്കി. ഇൻസ്പെക്ടർ ചോദിച്ചു, മറ്റവൻ ഏതാടാ? പക്ഷേ അവൻ പറഞ്ഞില്ല. പറയുകയില്ലേ? അവന്റെ കാല് രണ്ടും കമ്പിയഴികളുടെ ഇടയിലൂടെ വെളിയിലിട്ട് കെട്ടി കാൽവെള്ളകളിൽ ചൂരലുകൊണ്ട് ആഞ്ഞാഞ്ഞടിച്ചിട്ടും അവൻ പറഞ്ഞില്ല. കാൽവെള്ളകൾ പൊട്ടി ചോര ചിതറിയിട്ടും അവൻ പറഞ്ഞില്ല. അവന്റെ ബോധം കെട്ടുപോയിരുന്നു. അതുകൊണ്ടായിരുന്നു ടൈഗർ അവന്റെ കാൽവെള്ളയിലെ മുറിവുകളിൽ പരുപരുത്ത നാവുകൊണ്ട് നക്കിയിട്ടും അവൻ അനങ്ങാതെ കിടന്നത്. ടൈഗർ ഭാഗ്യവാനായ ഒരു നായയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ടൈഗർ എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന തരത്തിൽ പ്രക്ഷേപണം ചെയ്തത്. എല്ലാ റേഡിയോ ബൻസുകാർ ശ്രോതാക്കൾക്കും നന്ദി. കമ്മ്യൂണിറ്റി റേഡിയോ ബൻസുകരിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് കഥ പറയും നേരം. സകല ശുഖകുല വിമല തിലകിത കളേബരേ തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ RS രാജീവ്. സാരസ്യ പീയൂഷ സാര സർവസ്വമേ. സാങ്കേതിക സഹായം ശരത് ആലാപ്സ്. കഥയ മമ കഥകളതി സാദരം.